ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു. തമിഴ്നാട് തൂത്തുക്കുടി സാത്താൻകുളത്തൂർ കസ്റ്റഡി മരണത്തിൽ 9 പോലീസുകാർക്ക് കോടതി വധശിക്ഷ വിധിച്ചു. മധുര ജില്ലാ കോടതിയാണ് 9 പേർക്ക് വധശിക്ഷ വിധിച്ചത്. സാത്താൻകുളത്തൂരിലെ വ്യാപാരി ജയരാജ്, മകൻ ഫെനിക്സ് എന്നിവരെ 2020 ജൂൺ 19 കസ്റ്റഡിയിൽ മർദ്ദിച്ച് കൊലപ്പെടുത്തിയെന്നായിരുന്നു സംഭവം. കോവിഡുമായി ബന്ധപ്പെട്ട ഒരു സംഭവത്തിലാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തതും പിന്നീട് മർദ്ദനമേറ്റ് അവർ മരിക്കുകയായിരുന്നു. ഈ കേസിലാണ് 9 പേർക്ക് വധശിക്ഷ നൽകിക്കൊണ്ട് കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. മനേഷ് മൂർത്തി വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന് ചേരുന്നു. മനേഷ്, അസാധാരണമായൊരു വിധി വേണമെങ്കിൽ പറയാം. അപൂർവങ്ങളിൽ അപൂർവമായ കേസെന്ന് വിധി എഴുതിയിട്ടാണോ കോടതി ഈ 9 പേർക്കും ഇപ്പോൾ വധശിക്ഷ കൊടുത്തിരിക്കുന്നത്? തീർച്ചയായും അപൂർവങ്ങളിൽ അപൂർവമായ കേസ് എന്ന് തന്നെയാണ് കോടതി പറയുന്നത്. മധുര ജില്ലാ കോടതിയുടെ വിധിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സാത്താൻകുളത്തൂർ പോലീസ് ഇൻസ്പെക്ടറായിട്ടുള്ള ശ്രീധർ, അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർമാരായ ബാലകൃഷ്ണൻ, രഘു ഗണേശ്, പോലീസുകാരായ എൻ മുത്തുരാജ, സാന്തുരൈ, ചെല്ലതുരൈ, തോമസ് ഫ്രാൻസിസ്, മുരുകൻ, വെയിലുമുത്തു എന്നിവരാണ് ഈ 9 പേരാണ് ഈ കേസിലെ പ്രതികൾ. എന്തായാലും 2020 ജൂൺ 19 സംഭവം. അതായത് സാത്താൻകുളത്തൂരിലുള്ള കട നടത്തുകയാണ്, വ്യാപാരിയാണ് ഈ പറഞ്ഞ കൊല്ലപ്പെട്ട ജയരാജ് എന്ന് പറയുന്നത്. ജയരാജിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നത് കോവിഡ് കാലത്തുള്ള നിയന്ത്രണങ്ങൾ പാലിച്ചില്ല എന്നുള്ളതാണ് ആ ഒരു അറസ്റ്റിലേക്ക് നയിച്ച കാരണമെന്ന് പറയുന്നത്. അങ്ങനെ ഇവരെ ജയരാജിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് മർദ്ദിക്കുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതിനുശേഷം ആണ് മകനായിട്ടുള്ള ഫെനിക്സ് ഈ വിവരം അറിഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നത്. അവിടെ എത്തി കാര്യം അന്വേഷിക്കുമ്പോഴേക്കും മർദ്ദിച്ച് അവശനായ നിലയിലാണ് പിതാവിനെ കണ്ടെത്തുന്നത്. ഇത് ഫെനിക്സ് ചോദ്യം ചെയ്യുകയും തുടർന്ന് പോലീസുകാരെല്ലാം ചേർന്ന് 2 പേരെയും മർദ്ദിക്കുകയായിരുന്നു എന്നുള്ളതാണ് കേസ്. പല കേസുകളുമൊക്കെയായി ഇതുമായി ബന്ധപ്പെട്ട് നീണ്ട ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുകയും ഏറ്റവും ഒടുവിൽ CBI ആണ് കേസ് അന്വേഷിക്കുന്നത്. അത് മദ്രാസ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു CBIക്ക് കേസ് കൈമാറുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ എന്തായാലും ഈ ഒരു കേസിൽ ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. മദ്രാസ് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ കൂടിയാണ് എന്തായാലും കേസ് മുൻപോട്ട് പോവുകയും ചെയ്തിരുന്നത്. അങ്ങനെ CBI സമർപ്പിച്ച കുറ്റപത്രം അതിലാണ് ഇപ്പോൾ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ദിവസമാണ് ഈ 9 പോലീസുകാരും കുറ്റക്കാരാണ് എന്ന് കോടതി വിധിച്ചത്. അതിനുശേഷമാണ് ഇന്ന് അല്പസമയം മുമ്പാണ് ഇപ്പോൾ ഈ വിധി വന്നിരിക്കുന്നത്. ഓക്കെ, മനീഷ് മൂർത്തിയാണ് വിവരങ്ങൾ നൽകിയത്. ഒരു 2 അച്ഛനെയും മകനെയും മർദ്ദിച്ച് കൊലപ്പെടുത്തിയ എന്ന കേസിൽ 9 പേർക്കാണ് കോടതി വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.